ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മധുരമൊക്കെ വാങ്ങിയിട്ട് വരാട്ടോ ഞങ്ങള്. അപ്പോഴേക്കും നീ ടെസ്റ്റ് ചെയ്ത് വെച്ചേക്ക് എന്നൊക്കെ ഇങ്ങനെ സുധനും അതുപോലെ ഇവിടെ പ്രതിഭയുടെ അമ്മയും പറയാനിട്ടാ. അങ്ങനെ പ്രതിഭയുടെ മുഖത്ത് ആ നാണൊക്കെ ഉണ്ട്. അങ്ങനെ ഓട്ടോ കാത്തു നിൽക്കുന്നു എന്ന് സത്യം പറയാണ്. പിന്നീട് അവരങ്ങ് പോകുന്നു. സത്യനാണെങ്കിൽ പ്രതിഭയെ തന്നെ കണ്ണു വെട്ടാതെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ പ്രതിഭയ്ക്ക് വല്ലാത്തൊരു നാണം തന്നെ വന്നിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത്. സുശീലയുടെ ആ കാട്ടിക്കുട്ടലുകൾ കണ്ട് രണ്ടുപേർക്കും കള്ളികൾ വെളിച്ചത്തായിട്ടുണ്ട്. അങ്ങനെ പ്രതിഭയും ഇന്ദ്രനും പരസ്പരം കണ്ടുകൊണ്ട് നോക്കുന്നുണ്ട്. സോനയും ഇന്ദ്രനും പരസ്പരം കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയം ഇങ്ങനെ തൻ്റെ അമ്മക്ക് ഓറഞ്ചൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ സുശീല അഭിനയം തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അയ്യോ, മരുന്നൊക്കെ ചെന്ന് തൊണ്ടക്ക് വല്ലാത്തൊരു മരവിപ്പായിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ സോന ചോദിക്കാണ്, അല്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും അമ്മയിൽ കാണുന്നില്ലല്ലോ. അത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. എന്താ ഇന്ദ്രട്ടാ, ഞാൻ ചോദിച്ചതിൽ വലിയ തെറ്റുണ്ടോ? അല്ല, അത് ശരിയാണ് നീ പറയുന്നത്. അമ്മ മക്കളെ പോലും കാണാൻ ഡോക്ടർ അനുവദിക്കാതെ സിസ്റ്ററും ഡോക്ടറും വല്ലാതെ അമ്മയെ നോക്കി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സുശീല അങ്ങ് ഒന്ന് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയം നമുക്ക് കറക്റ്റിന് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടോ ഇല്ലേ, അതൊന്നും എനിക്കറിയത്തില്ല എന്ന് സുശീല പറയുന്നു കേട്ടോ. പിന്നീട് സോന പറയാണ്, അല്ല അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് അമ്മക്ക് ഈ നെഞ്ചുവേദനയ്ക്ക് പിറകിൽ? എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അത് കേൾക്കുന്ന ഇന്ദ്രൻ, 2 ഫോൺ കോൾ വന്നല്ലോ, അത് ആരുടേതാണ്? ഒന്ന് ഗൂഗിളിൻ്റെതാണെന്ന് മനസ്സിലായി, എന്നാ മറ്റൊന്ന് ആരുടേതാണ്? അത് കേൾക്കുന്ന സുശീല ആകെ പതറുന്നു കേട്ടോ. അപ്പൊ ഉടൻ തന്നെ സുശീല, അത് ആരുടേതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അമ്മക്ക് ഓർമ്മയില്ല അമ്മയുടെ ഫോൺ കോൾ വന്നത് എന്നോട് രവിയാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷമാണ് അമ്മക്ക് ഈ അറ്റാക്ക് വന്നത് എന്ന് പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ സുശീല പറയണേ, അത് ഒരുപക്ഷെ ഗൂഗിളിൽ നിന്ന് വേറൊരു നമ്പറിൽ നിന്നായിരിക്കുമോ എന്നിങ്ങനെ പറയാനേട്ടോ. അതേസമയം സോന ചോദിക്കാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ, ഈ മഞ്ചാടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടി വന്ന അറ്റാക്കാണോ ഇത്? അത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടാണ് കേട്ടോ. ഈശ്വര, ഇവളെ എത്ര പെട്ടെന്ന് എൻ്റെ മകൾ തന്നെ കയ്യോടെ പിടിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇതേ സമയം സുശീല, എന്താ നീ പറയുന്നത്? ഞാനാണോ മഞ്ചാടിയുടെ കല്യാണം മുടക്കിയത്? എനിക്ക് അറ്റാക്ക് വന്നതുകൊണ്ടാണോ ഇപ്പൊ മഞ്ചാടിയുടെ കല്യാണം മുടക്കിയിരിക്കുന്നത്? ആ ജീവരാജ് വെള്ളത്തിൽ വീണില്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ കല്യാണം മുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സുശീല പറയണേ, ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് കണ്ണടക്കുന്നു. അങ്ങനെ തടി തപ്പി സുശീല. പിന്നീട് സോനയും ഇന്ദ്രനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ അനന്തമാഷിനെയാണ് കാണിക്കുന്നത്. അവര് അനുപമയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോ കന്യാശ്ശേരി മനയിൽ പോയി ഇങ്ങനെയൊക്കെ ചോദിച്ചു, എന്തായാലും അതും നിരാശയായി എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയാണ്. അപ്പോ അമ്പിളി അതേ അവസ്ഥയിൽ പറയുന്നുണ്ട്. അപ്പൊ മാഷ് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ തമ്പായി അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ആ സ്വർണ്ണം എടുത്ത് കളിക്കാൻ ഒരു മടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണെങ്കിലോ ഈ ഒരു വാക്കുകൾ പറയുമ്പോ അനുപം പറയുന്നുണ്ട്, അച്ഛന് ചായ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട, എനിക്കൊരു 5 മിനിറ്റ് കിടക്കണം, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോഴേക്കും ഇങ്ങനെ രഘുവിന്റെ അടുത്തോട്ട് അമ്പിളി ചെല്ലുന്നതാണ്. എന്നിട്ട് പറയാണ്, രഘുവേട്ട, ആ പ്രതീക്ഷയെ നമുക്ക് കൈയൊഴിഞ്ഞിരിക്കുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും രഘുവേട്ട? അത് കേട്ടോടെ തന്നെ, അറിയില്ല അമ്പിളി എന്ന് പറയണ്ട, എന്നാൽ ഞാൻ അനുപമയിൽ നിന്നും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്ന് നോക്കട്ടെ, ഞാൻ അവളുടെ അടുത്തോട്ടൊന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുപമയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അനു, ഞങ്ങളെ എല്ലാം കൊണ്ടും ഈശ്വരൻ കൈവിടുകയാണ്. ഞങ്ങളിപ്പോ ആകെ ഒരു പ്രതീക്ഷയുണ്ടായത് ഈ ഒരു പറയുന്ന സ്വർണത്തിലാണ്. മക്കളെ എല്ലാം വെറുപ്പിച്ചിട്ടാണെങ്കിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സഹായം നീട്ടാൻ തയ്യാറായപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷ നോക്ക്. അപ്പോൾ അനുഭവം പറയണേ, എന്തിനാണ് ഇപ്പൊ അച്ഛൻ ഇപ്പൊ അവിടെ പോയി ആ സ്വർണത്തിന്റെ കാര്യം, പണയം വെക്കുന്നതിന്റെ കാര്യമൊക്കെ ചോദിച്ചത്? അച്ഛന്റെ കാര്യം അനു ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. അച്ഛൻ അങ്ങനെ ഒരാളാണ്. എന്തായാലും ആ പ്രതീക്ഷ ഞങ്ങളിൽ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെരുവഴിയിലോട്ട് തന്നെ ഞങ്ങളുടെ ജീവിതം ഇനി എന്താവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ഇനിയിപ്പോ എല്ലാം കൈവിട്ടു പോയി. ഇനിയിപ്പോ ഈ ഒരു അങ്ങോട്ടേക്ക് പോയത് കൊണ്ട് തന്നെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ ദയയും ഈ പറയുന്ന ചീരവും കേസ് നടത്തട്ടെ. ഞങ്ങളുടെ പണമില്ല, അതുകൊണ്ട് ഞങ്ങൾ നോക്കി നിൽക്കും, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ എന്തായാലും കന്യാശ്ശേരി മനയിൽ നിന്നും ഒരു അവകാശം ഞങ്ങൾക്കും കിട്ടുമല്ലോ. ആ സമയം രഘുവേട്ടൻ എന്തായാലും ചെയ്യാം. അതുവരെ രഘുവേട്ടൻ കൂലിപ്പണിക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ അനുഭവം പറയണേ, രഘുവേട്ടൻ കൂലിപ്പണിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ
അനു നീ എന്താ എനിക്കൊരു പ്രതീക്ഷ തന്നതുപോലെ എന്താണ് എന്റെ മനസ്സിലുള്ളത്? അത് കേട്ട ഉടനെ അച്ഛൻ ഒന്ന് റെസ്റ്റ് ചെയ്തേ നീ എനിക്കിട്ടെ എന്നിട്ട് അച്ഛനോട് പറയുമ്പോൾ നീ എന്റെ ചേച്ചിക്കും കേൾക്കാന്ന് പറയണ്ട. ഇത് കേട്ട ഉടനെ തന്നെ അല്ല അത് പറഞ്ഞാൽ ശരിയാവില്ല അനു, ഞാൻ ആ നെഞ്ചു പൊട്ടി വീപ്പ് മുട്ടി നടക്കുകയാണ്, ഞാനിപ്പോ പൊട്ടുന്ന ഒരു അവസ്ഥയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നീ എനിക്ക് എന്റെ മുന്നിൽ പറ എന്ന് പറയണ്ട. അപ്പോൾ ഉടനെ അനുഭവം പറയണേ, കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയ 1,50,00,000 രൂപ എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വീട് ഇപ്പൊ എന്തിനാ എനിക്ക്? ഞാനങ്ങ് പഞ്ചരത്നത്തിൽ വന്ന് നിന്നാ പോരെ? ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവുമല്ലോ. അതോടുകൂടി ഈ 50 ലക്ഷം തിരികെ കിട്ടുമല്ലോ. അപ്പൊ അച്ഛന്റെ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്യുക. ഈ പറഞ്ഞ രഘുവേട്ടന് 25 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യും. രഘുവേട്ടന് എന്തെങ്കിലും ഒരു ബിസിനസ് നൽകുകയും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന അനുപമയുടെ ആ വാക്കുകൾ അമ്പിളി ഒന്ന് ഞെട്ടിപ്പോകണട്ടാ. ഈശ്വര, അനുപമക്ക് ഈ ഒരു വീട് വാങ്ങിച്ചു കൊടുത്തപ്പോ അനുപമ ഭർത്താവില്ലാതെ ജീവിക്കുമ്പോൾ അമ്പിളി പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർമ്മയിലുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ രഘുവിനോട് ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ രഘു അതൊന്നും നടക്കുന്ന കാര്യമല്ല അനു. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വീട് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് 6 മാസമെങ്കിലും കഴിയണം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ വരും. ഒരുപാട് നൂലാമാലകളാണ്. അതൊന്ന് അനു നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇക്കാര്യം അമ്മാവനോട് പറയാൻ പോകണ്ട. പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലം അത് 50 ലക്ഷത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിലേറെ വില കിട്ടും. അതുകൊണ്ട് ആ പ്രതീക്ഷ വേണ്ട എന്ന് പറയണ്ട. അത് കേട്ടോടെ തന്നെ ഇവിടെ അമ്പിളി പറയണം, അപ്പൊ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു രഘുവേട്ട, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഇങ്ങനെ ഇനിയിപ്പോ എന്തിനാ നമ്മൾ ഇവിടെ നോക്കി നിൽക്കുന്നു, നമുക്ക് പോവാം എന്ന് കൂടി അമ്പിളി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും പഞ്ചരത്നത്തിലോട്ട് പോവാം. അച്ഛൻ എന്തായാലും മഞ്ചാടിയെ കണ്ടിട്ടും ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ട് അച്ഛൻ വരത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പോവാം രഘുവേട്ട എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രഘു പറയണം, അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. കാരണം അമ്മാവനെ കണ്ട് യാത്ര പറഞ്ഞതിന് ശേഷം പോവാം, അല്ലാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം വരികയാണ്. അനുഭവം പറയണേ, രഘുവേട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ എന്ന് ചോദിച്ച ഉടനെ തന്നെ അത് ഞാൻ പറയുന്നത് തെറ്റാ ശരിയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തന്ന ഈ വീടിൻ്റെ ആ ഒരു ആധാരം വെച്ച് ബാങ്കിൽ ലോൺ എടുത്തിട്ട് രഘുവേട്ടൻ്റെ കടബാധ്യത അങ്ങ് തീർത്തൂടെ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന അമ്പിളിക്ക് ഒരുപാട് പ്രതീക്ഷകളാവുകയാണ്. അതുപോലെ തന്നെ രഘുവിനും. ഇതേ സമയം ഇപ്പുറത്ത് സുഷിലയെ കാണാൻ വേണ്ടി സുധനും അതുപോലെ സുധൻ്റെ ഭാര്യയും കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ സുഷിലയാണെങ്കിൽ അവർ വന്നെന്ന് കരുതിയിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉറക്കത്തിലാണോ മയക്കത്തിലാണോ എന്നൊക്കെ സുധൻ പറയുന്നുണ്ട്. അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല സുശീല. അപ്പോൾ സോന പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിപ്പോൾ കിടന്നതേ ഉള്ളൂ, നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും നാളത്തെ വിദഗ്ധ ചികിത്സയിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ സുശീലക്ക് നല്ല ക്ഷീണമാണ്, ഞങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സോന അമ്മ എണീറ്റേ, എൻ്റെ സുധനങ്ങളും അതുപോലെ പ്രതിഭയുടെ അമ്മയും കൂടി വന്നിരിക്കുന്നു, അമ്മ ഒന്ന് എണീറ്റേ. അപ്പോഴേക്കും സുശീല എന്നൊക്കെ പറഞ്ഞ് എണീക്കുന്നു കേട്ടാ. അങ്ങനെ അഭിനയം തകൃതിയായി തന്നെ നടക്കുന്നു. ഉടൻ തന്നെ നിങ്ങളായിരുന്നോ ഇത്? ചെവിയിൽ കിടന്ന് കരകര എന്നൊരു സൗണ്ട് കേട്ടിരുന്നു. എന്തായാലും സുധ, നിന്റെ മകള് കൊള്ളാം. ഞാൻ ഇത്രയും ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നെ ഒന്ന് കാണാനോ അതുപോലെ തിരിഞ്ഞു നോക്കാനോ ഒന്നും വന്നിട്ടില്ല. വല്ലാത്തൊരു മരുമകൾ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അത് കേട്ട ഉടനെ സുധ പറയാം, അതിനെങ്ങനെ സുശീല നിന്നെ കാണാൻ അവൾക്ക് വരാൻ കഴിയുക? അവളുടെ അവസ്ഥ. അത് കേട്ട ഉടനെ തന്നെ ഈ സോന എന്നോട് പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ലാന്ന്. അത് കേൾക്കുന്ന സോന, ഞാൻ അങ്ങനെയല്ലല്ലോ അമ്മയെ പറഞ്ഞത്, കുഞ്ഞിനെയും വീട്ടിലെ ജോലികളൊക്കെ കാരണം ഇവിടോട്ട് പ്രതിഭയ്ക്ക് വരാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതമ്മ എന്താ വളച്ചൊടിക്കുന്നത്? അത് കേട്ട ഉടനെ തന്നെ ഞാനും അങ്ങനെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, അതിലെന്താ വളച്ചൊടിക്കല് എന്ന് സുശീല പറയുന്നു കേട്ടോ. ഇതേ സമയം സുധൻ പറയണേ, എൻ്റെ മകള് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് അവളുടെ ആ ഒരു പക്വതയും പ്രാപ്തിയും അവിടെ ചെയ്തു കൂട്ടുന്നതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ എൻ്റെ മകളായതുകൊണ്ട് പറയല്ല, അവൾ വല്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവളുടെ ഭർത്ത വീട്ടുകാർക്കാണെന്നുള്ള ആ സന്തോഷത്തിൽ തന്നെയാണ് അവൾ ചെയ്യുന്നത്. അത് കേട്ടാണ് തന്നെ സുധനോട്, നിന്റെ മകള് എന്ത് തന്നെ ആയാലും സുധ, അമ്മായിമ്മക്ക് വയ്യാന്ന് പറഞ്ഞ ഉള്ള സമയം കണ്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തി വരാൻ നോക്കും. എന്നാൽ അവൾക്കത് കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ കാണിച്ചത്, അതാണ് മര്യാദ. നിങ്ങൾക്ക് മര്യാദ അറിയാലോ. അപ്പോൾ ഉടൻ തന്നെ സുധൻ പറയണേ, സുശീല നിന്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞങ്ങൾ വന്നു, നിന്നെ കാണാൻ പറ്റിയില്ല, ഇന്നും ഞങ്ങൾ വന്നു. അത് കേട്ട ഉടൻ തന്നെ സുശീല പറയാം, അങ്ങനെയൊക്കെ തന്നെയാണ് വരണത്, ഇന്നും നാളെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ കാണുന്നവരെ വരണം എന്ന് സുശീല പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ സുധൻ പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ, പ്രതിഭക്ക്
അവൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രതിഭ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. ഇത് കേൾക്കുന്ന സുശീല അയ്യേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. സോനക്കാണെങ്കിൽ അതീവ സന്തോഷം. എന്നാൽ സുശീലക്ക് സന്തോഷമില്ല. പിന്നീട് സുധൻ പറയുന്നുണ്ട് എന്തായാലും അവള് അമ്മയാകാൻ പോകുന്നു, അതുകൊണ്ട് അവൾക്ക് ഇനി റെസ്റ്റ് അല്ലേ വേണ്ടത്, പഴയതുപോലെ ഓടിച്ചാടി അവൾക്ക് വരാനും പറ്റില്ല. അപ്പോൾ ഉടൻ തന്നെ ഇത് ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തതാണോ എന്ന് സുശീല ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയണേ, ടെസ്റ്റ് ചെയ്യാതെയും കണ്ട് നിങ്ങൾ വെറുതെ വിളിച്ചു പോവാൻ നിൽക്കണ്ട, അവൾ ഗർഭിണിയൊന്നും ആവില്ല എന്ന് സുശീല പറയുമ്പോൾ അല്ല ആണ് എന്നൊന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സുശീല പറയുന്നത് ഒരു അറമ്പറ്റ വാക്ക് തന്നെയാണ് കേട്ടോ. സുശീല പറയാണ് അവളിപ്പോ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു, ആദ്യം അമ്മായിമ്മയോടും വീട്ടുകാരോടും പഠിക്കേണ്ട മര്യാദകൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സോനയും അതുപോലെ സുധനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ.